വെണ്ണില കൊമ്പിലേരാ പാടി എന്നുമീ ഏട്ടൻ്റെ ചിങ്കാരി. വെണ്ണില കൊമ്പിലേരാ പാടി എന്നുമീ ഏട്ടൻ്റെ ചിങ്കാരി. മഞ്ഞുനീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. വെണ്ണില കൊമ്പിലെ രാപ്പാടി. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏട്ടനും കുഞ്ഞനുജത്തിയും. പറഞ്ഞു വരുന്നത് നമ്മുടെ സിജോ, സായി, നന്ദനെക്കുറിച്ചാണ്. SSN എന്നോ SNS എന്നോ അല്ലെങ്കിൽ NSS എന്നോ വിളിക്കാം. സോറി, NSS എന്ന് പറയുന്ന ഏതോ സംഘടനയാണ്, അത് വിടാം നമുക്ക്, അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ എന്താണ് ഇവരുടെ ഗെയിം? 2 ഏട്ടന്മാർ, ഇടവും വലവും, വലത് കൈയും ഇടത് കൈയും, 2 ഏട്ടന്മാർ ഇടം വലമുള്ള ഒരു കുഞ്ഞനുജത്തിയാണ് ബിഗ് ബോസ് വീട്ടിലെ നന്ദന. ഗെയിമിനകത്ത് ഞാൻ ഉൾപ്പെടെ നമുക്ക് പരിഹസിച്ചും തമാശയാക്കുമൊക്കെ അതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു ജെന്യൂൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ വളരെ നല്ലതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പക്ഷേ ബിഗ് ബോസിനകത്ത് നമുക്ക് ഒരിക്കലും ഇത് ഒരു ജെന്യൂൻ ആണോ അല്ലെങ്കിൽ ഡ്രാമയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ അവരുടെ ഗെയിം ആയിരിക്കാം. ഈ അനിയത്തിയെ പാമ്പർ ചെയ്ത് ഏട്ടന്മാർ, ഇടം വല നല്ല മസിൽ ഉള്ള ഏട്ടന്മാരാണ്, വെറും ഏട്ടന്മാരല്ല. അപ്പോൾ അനിയത്തിയെ പൂവാലന്മാരൊന്നും അങ്ങനെ നോക്കാൻ നിൽക്കേണ്ട, ഏട്ടന്മാരിടിച്ച് ഇഞ്ചപ്പരുവാക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടന്മാർ ഇടം വലം നിൽക്കുന്ന സമയത്ത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഗെയിമാണ് എന്ന് ഓർത്ത് കളിച്ചാൽ നല്ലതാണ്. അതല്ല, ഗെയിമിനും അപ്പുറം ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ വെരി നൈസ്. ഇപ്പോൾ ഇവർക്ക് വിൻ ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ടോപ്പ് 5 എന്ന് പറയുന്നൊന്നും എയിമിലില്ല. പക്ഷെ അവിടെ വന്നു, നന്ദനെ കണ്ടു, ഒരു അനിയത്തിക്കുട്ടിയെ പോലെ ആ പെൺകുട്ടിയെ അവർക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ ഏട്ടന്മാരെ പോലെ നന്ദനയ്ക്ക് അവരെ ഇഷ്ടപ്പെട്ടു. ഗെയിമിനപ്പുറം ഒരു ബോണ്ടിങ് അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെരി നൈസ്. അത് കീപ്പ് ചെയ്യാൻ സാധിക്കട്ടെ.